ഇനി ഇമാം തൊബുറാനി തൻ്റെ തഫ്സീറിൻ്റെ ഈ ഒരു പറയുന്ന ഖിസ്വാസിന്റെ ആയത്തിന്റെ വിശദീകരണത്തിൽ അവസാനത്തിൽ പറയുന്ന ഭാഗമുണ്ട്. ആ ഭാഗം ഒന്ന് മുഴുവനായിട്ടൊന്ന് വായിക്കും. ഒഫി ഹാദിഹിൽ ആയത്ത് ദലീൽ, ഈ ആയത്തിൽ തെളിവുണ്ട്. കാഫിറൻ, ഈ ഒരു കൊലപാതകി കാഫിറാകൂല, അവിശ്വാസിയാകൂല എന്നതിന് തെളിവുണ്ട് ഈ ഒരു ആയത്തില്. വല യഖ്ലുദ് ഫിന്നാർ, നരകത്തിൽ അയാൾ സ്ഥിരവാസിയുമാകൂല. അയാൾ കാഫിറോ, അയാളുടെ വിശ്വാസം ഇല്ലാതാകൂല, അയാൾ മുസ്ലിം അല്ലാതാകൂല, അയാൾ ഒരിക്കലും ഈ കൊലപാതകം കാരണമായിട്ട് നരകത്തിന് അത്യാവശ്യമാകാനും പോകുന്നില്ല എന്ന് ഈ ഒരു ആയത്തിൽ തെളിവുണ്ട്. അള്ളാഹു തആല ഈ ഒരു ആയത്തിന്റെ അഭിസംബോധനയോട് പറഞ്ഞതിന് വേണ്ടിയിട്ട് എന്താ പറഞ്ഞ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികൾ, അങ്ങനെ പറഞ്ഞ കുത്തിബ അലൈക്കും, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കും. അപ്പോ അവിടെ വിശ്വാസികളോടാ പറയുന്നത്, വിശ്വാസികളുടെ മേലെ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖാനഫി ആഖിലായ മറ്റൊരായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഫമൻ ഒഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ, അപ്പൊ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സഹോദരന് വല്ലതും പുറത്തു കൊടുത്താൽ, മാപ്പ് കൊടുത്താൽ എന്നുള്ള ഒരായത്തും പറയുന്നുണ്ട്. ഫസമ്മൽ ഖാതിലു അഖല്ലിൽ മഖ്തൂൽ, അപ്പൊ ഇവിടെ കൊന്നയാളെ കൊല്ലപ്പെട്ടവനെ സഹോദരൻ എന്നുള്ള ആൾക്കാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. വഖാല അല്ലാഹു തആല പറയുകയും ചെയ്തു, ദാലിക തഖ്ഫീഫുൻ മിൻ റബ്ബിക്കും, അത് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു എന്താ പറയുക, തഖ്ഫീഫ് എന്ന് പറയുമ്പോൾ ഒരു ലഘൂകരണമാണ്, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു ലഘൂകരണമാണ്. വറഹ്മത്തുൻ, അനുഗ്രഹമാണ്. വഹുമ യുൽഹിഖാനി അൽ മുഅ്മിനീൻ, അവർ രണ്ടുപേരെയും ചേർക്കപ്പെട്ടിരിക്കുന്നു മുസ്ലിമീങ്ങൾ എന്നുള്ള നിലക്ക് ചേർക്കപ്പെടുകയും ചെയ്തിട്ട്. വഹുമ യുൽഹിഖാനി മുഅ്മിനീന, അവർ മുഅ്മിനീങ്ങൾ എന്ന നിലക്ക് ചേർക്കപ്പെട്ടിട്ടുണ്ട്. ദൂനൽ കുഫാർ, കാഫിർ എന്ന നിലക്കല്ല, കുഫാർ എന്ന നിലക്കല്ല, അവിശ്വാസികൾ എന്ന നിലക്ക് അവർ ചേർക്കപ്പെട്ടിട്ടില്ല, അവരെ മുഅ്മിനീങ്ങൾ എന്ന നിലക്കാണ് ചേർക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കൊന്നവനും കൊല്ലപ്പെട്ടവനും മുസ്ലിം ആണെങ്കിലാണ് ഈ പറയപ്പെട്ട നിയമം, ഈ പറയപ്പെട്ട ഖിസാസിന്റെ നിയമം എന്നാണ് ഇമാം തൊബറാനിയും ഇവിടെ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്. വയുർവ അൻ മസ്റൂഖൻ, അവിടെ ഒരു ഹദീസിനെ കുറിച്ച് പറയുന്നുണ്ട്. സുഇല, മുഹമ്മദ് നബിയോട് ചോദിക്കപ്പെട്ടു, ഹല്ലിൽ ഖാതിലി തൗബ, കൊന്നയാൾക്ക് തൗബുണ്ടോ, കൊന്നയാൾക്ക് കൊലപാതകിക്ക് പശ്ചാത്താപമുണ്ടോ, അതായത് അയാളുടെ തൗബ, പശ്ചാത്താപം സ്വീകരിക്കപ്പെടും. അപ്പോ മുഹമ്മദ് നബി പറഞ്ഞു, ലാ ഉഗ്ലിഖു ബാബൻ ഫതഹഹു അല്ലാഹ്, ആ ഒരു പശ്ചാത്താപത്തിന്റെ കവാടം ബന്ധിക്കപ്പെട്ടിട്ടില്ല, അത് പൂട്ടിയിട്ടില്ല, പൂട്ടി വെച്ചിട്ടില്ല, അള്ളാഹു അത് തുറന്നു വെച്ചിരിക്കുക. അതായത് ആ പശ്ചാത്താപം സ്വീകരിക്കപ്പെടാം എന്നുള്ളതിലേക്കുള്ള സൂചനയാണ് ആ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരിക്കലും ഒരു മുസ്ലിം അല്ലാത്തൊരാൾക്ക് പശ്ചാത്താപിക്കാനുള്ള അവസരമില്ല, അയാൾ ആദ്യം മുസ്ലിം ആക്കണം, എന്നാൽ പിന്നെ പശ്ചാത്താപം എന്നുള്ളത് അള്ളാഹു സ്വീകരിക്കുള്ളൂ. അല്ലാതെ മുസ്ലിം അല്ലാത്ത ഒരാൾ പശ്ചാത്തപിച്ചിട്ട് അയാൾ സ്വീകരിക്കില്ല എന്നുള്ള ചർച്ച ഇസ്ലാമിലില്ല. ഏതായാലും ഈ പറഞ്ഞ ഭാഗത്തും അവിടെ തൊബ്രാനി സമർപ്പിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ആയത്തിലെ കൊലപാതകിയും കൊല്ലപ്പെട്ടവനൊക്കെ മുസ്ലിമാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ നിയമം എന്നുള്ളതാണ് തൊബ്രാനിയും പറയുന്നത്.